പഞ്ചാരക്കുലിയിലെ കടുവാ ദൗത്യം ഇന്നലെ കണ്ടതാണ്. ഒരുപാട് സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടായി. വീണ്ടും RRT സംഘത്തെ ആക്രമിക്കുന്ന നരഭോജി കടുവ, അതിനെ പിടിക്കാനുള്ള ഉത്തരവ് ഇതെല്ലാം വന്നു കഴിഞ്ഞു. 10 സംഘങ്ങൾ ആണ് ഇപ്പോൾ വയനാട്ടിലേക്ക് എത്താൻ പോകുന്നത്. അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്, അല്ലേ? അപ്പൊ ഇന്ന് പ്രത്യേക ദൗത്യമാണ് തുടരുന്നത്. കടുവയെ വെടിവെച്ചു കൊല്ലാൻ നിർദ്ദേശം വന്നതോടെയാണ് വനം വകുപ്പ് പ്രത്യേക ഒരുക്കങ്ങൾ നടത്തുന്നത്. സായുധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് വനമേഖലയിൽ തെരച്ചിൽ നടക്കും. കടുവയെ കണ്ടാലുടൻ വെടിവെക്കാനാണ് നീക്കം. ഇതിനായി ഷാർപ്പ് ഷൂട്ടേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട്. പ്രദേശത്ത് രാവിലെ 6 മണി മുതൽ 48 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ കടുവയെ പിടിക്കണം എന്നതാണ് ലക്ഷ്യം. അഭിജിത്ത് മുഴക്കുന്നു പഞ്ചാരക്കുലിയിലും തത്സമയം ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ്. അപ്പോൾ കടുവ ദൗത്യത്തിനായി ഒരു പുതിയ ഒരു മിഷൻ തന്നെ പ്ലാൻ ചെയ്യുന്നു എന്ന് പറയാം. 48 മണിക്കൂർ സമയം, അതിനുള്ളിൽ കടുവയെ വെടിവെച്ച് പിടിക്കുക അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക, ഇതാണ് ദൗത്യം. എന്താണ്, ഏത് രീതിയിലാണ് പ്ലാൻ ഓഫ് ആക്ഷൻ? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. പഞ്ചാരക്കൊല്ലിയിലെ കടുവാ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായക ദിനമാണ്. പ്രത്യേകിച്ച് ഒരു കൃത്യമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നൊരുക്കം ഈ ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഷാർപ്പ് ഷൂട്ടർമാർ ഇവിടേക്ക് എത്തുന്നു, പഞ്ചാരക്കൊല്ലിയിലേക്ക് എത്തുന്നു. 8 പേരടങ്ങുന്ന 10 സംഘം പഞ്ചാരക്കൊല്ലിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ഷാർപ്പ് ഷൂട്ടർമാരുണ്ട്. കടുവയെ സ്പോട്ട് ചെയ്താൽ, കടുവയെ കണ്ടുകഴിഞ്ഞാൽ വെടിവെക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കഴിഞ്ഞ ദിവസം തന്നെ കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. AK ശശീന്ദ്രൻ, വനമന്ത്രി AK ശശീന്ദ്രൻ ഇന്നലെ പഞ്ചാരക്കൊല്ലിയിൽ എത്തിയപ്പോൾ തന്നെ പറഞ്ഞതാണ്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്, കടുവയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ വെടിവെക്കുക. ആ തീരുമാനത്തിലേക്ക് തന്നെ ദൗത്യസംഘം എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായത് ഇന്നലെ വീണ്ടും ഇത്തരത്തിലൊരു കടുവയുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉൾക്കാട്ടിൽ വെച്ച് RRT സംഘത്തിലുള്ള ഒരാൾക്ക് കടുവയുടെ ആക്രമണം നേരിടേണ്ടി വന്നു. അങ്ങനെ ഭീതി ഈ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെ കൃത്യമായ രീതിയിലുള്ള ഈ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുകയാണ് ദൗത്യസംഘം. കൂടുതൽ പേർ ഇവിടേക്ക് എത്തുന്നു, ഷാർപ്പ് ഷൂട്ടർമാർ എത്തുന്നു, അതുതന്നെയാണ് പ്രധാനം. കൂടാതെ ഈ മേഖലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണി മുതൽ ഇപ്പോൾ കർഫ്യൂ ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലി, മേലെ ചിറക്കര, പിലാക്കാവ് 3 റോഡ് ഭാഗം, മണിയംകുന്ന് ഭാഗം എന്നിവിടങ്ങളിലാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഈ 6 മണി മുതൽ കർഫ്യൂ ആരംഭിച്ചിട്ടുള്ളത്. 48 മണിക്കൂർ ദൈർഘ്യമുള്ള കർഫ്യൂ ആണ്. വിദ്യാർത്ഥികൾ പുറത്തിറങ്ങരുത്, ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം അവിടെ ഉണ്ടായിട്ടുണ്ട്. കടകൾ അടച്ചിടാനുള്ള നിർദ്ദേശമുണ്ട്. ഈ പരീക്ഷകൾക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവർ ഈ കൗൺസിലർമാരോടൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും എന്നുള്ളൊരു നിർദ്ദേശം കൂടി നിലവിൽ വന്നിട്ടുണ്ട്. ഏതായാലും കൃത്യമായ രീതിയിലുള്ള ഒരു ദൗത്യം, അതിൻ്റെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു ദൗത്യം തന്നെ ഇന്ന് നമുക്ക് പഞ്ചാരക്കൊല്ലിയിൽ കാണാൻ കഴിയും. ജനങ്ങളുടെ ഭീതി അകറ്റേണ്ടതുണ്ട്. അതിന് തന്നെയാണ് ഏറ്റവും പ്രഥമമായ പരിഗണന നൽകുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഞ്ചാരക്കൊല്ലിയിൽ അരങ്ങേറിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. വനം മന്ത്രി ഇവിടേക്ക് എത്തുന്ന സാഹചര്യത്തിൽ പോലും വലിയ രീതിയിൽ വനം മന്ത്രിക്ക് തൻ്റെ വാഹനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇതിനെല്ലാം അടിസ്ഥാനം ജനങ്ങൾക്കുള്ള ഭീതിയാണ്. അവർക്ക് തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തു ഇറങ്ങാൻ ഒരു ഭയക്കുന്ന സാഹചര്യം, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഭയക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഇതിനൊക്കെ ഒരു അറുതി വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പ്രജിൻ, ക്രിസ്റ്റീന, ഇന്ന് ഈ ദൗത്യം വിജയത്തിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർക്കുള്ളത്. ഇവിടെ CCF ഉണ്ട്, KS ദീപി ഉണ്ട്, DFO മാർട്ടിൻ ലോവലുണ്ട്, അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള സന്നാഹങ്ങളുമായി ഈ നരഭോജി കടുവയെ പിടികൂടാൻ ഉറച്ചുകൊണ്ടു തന്നെയുള്ള ദൗത്യത്തിനാണ് ഇന്ന് പഞ്ചാരക്കൊല്ലി സാക്ഷിയാവുക. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കടുവയെ പിടിക്കും എന്നുള്ളതാണ്. നരഭോജി കടുവയായതുകൊണ്ട് തന്നെ വെടിവെച്ചു കൊല്ലുക എന്നതിലേക്ക് കടന്നിട്ടുമുണ്ട്. നമ്മൾ ഒരുപാട് പ്രേക്ഷകർ മേനകാ ഗാന്ധി കടുത്ത വിമർശനമാണ് കേരളത്തിനെതിരെ ഉന്നയിച്ചത്. മാത്രമല്ല, ആ മൃഗസ്നേഹത്തിലുപരിയായി നിയമപ്രശ്നം ഇതിലുണ്ട് എന്നുകൂടി മേനകാ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബംഗാൾ ടൈഗർ അല്ലെങ്കിൽ ഇന്ത്യൻ ടൈഗർ എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ മൃഗമാണ്. മാത്രവുമല്ല, ഈ പറയുന്നത് പോലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രഥമ പരിഗണനയിലുള്ള മൃഗങ്ങളിൽ ഒന്നുകൂടിയാണ്. പക്ഷേ ഈ രീതിയിൽ നരഭോജി കടുവയായി പ്രഖ്യാപിക്കുമ്പോഴുള്ള എന്താണ് പറയുക, ആനുകൂല്യം അതുവഴി പോകാനായിരിക്കും ഒരുപാട് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് ആ കടുവ മാറുന്നുണ്ട്. ഇന്നലെ കണ്ടില്ലേ RRT സംഘത്തിനെതിരെയുള്ള ആക്രമണമൊക്കെ. അപ്പൊ എന്തായാലും പ്രേക്ഷകർ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ കടുവയെ പിടിക്കട്ടെ എന്ന് പറയുന്നു.